നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാത്സല്യമുള്ള ഒരു കുടുംബത്തിലെ സന്തോഷം എന്താണെന്ന് മാഡം തിരിച്ചറിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാഡത്തിനെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്റെ അച്ഛന് ഈ മകളോട് ഇല്ലല്ലോ. ഋതിക മാഡം, നീ വന്നു. എന്തിനാ നീ വന്നത്? എന്റെ കണ്ണീര് കാണാനോ, അതോ വീണ്ടും നുണകൾ പറഞ്ഞ് എന്നെ പറ്റിക്കാനോ? പറ, എന്താ എന്താ നീ എന്നോടൊന്ന് പറയാത്തത്? എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നെന്ന് നിനക്കറിയായിരുന്നു. പക്ഷെ നീ അത് എന്നോട് പറയാതെ മറച്ചു വച്ചു. പറയൂ, നീ എന്താ എന്നോട് എല്ലാം മറച്ചു വച്ചത്? പറയാൻ. മാഡത്തിന്റെ നല്ലതിന് വേണ്ടി. എന്റെ നല്ലതേതാ ചീത്ത ഏതാന്ന് തീരുമാനിക്കുന്നത് നീയാണോ? എന്റെ അച്ഛനെ പിരിഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഞാൻ പോണല്ലേ? എന്റെ അച്ഛനെയും ജനിച്ച വീടും നാടും ഉപേക്ഷിച്ച് എവിടേക്കെങ്കിലും എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു വിടണമല്ലേ? അതാണോ നീ പറഞ്ഞ നല്ലത്? എന്റെ ഉള്ളില് എന്താണെന്ന് നീ മനസ്സിലാക്കില്ലല്ലോ രാജു. പറയ് രാജു, നീ നിന്റെ ഋതിക മാഡത്തെ കുറിച്ച് അത്രയും മനസ്സിലാക്കിയുള്ളോ? മാഡം ഇങ്ങനെ ദേഷ്യപ്പെടരുത്. എന്താ, എനിക്ക് ദേഷ്യപ്പെടാനും പാടില്ലേ? ഓ, ഞാൻ സന്തോഷിക്കാനോ വിഷമിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ലല്ലോ. നിങ്ങളെ ഒന്നും പോലെ മനുഷ്യനല്ലല്ലോ ഞാൻ. ജീവന് തുല്യ സ്നേഹിക്കുന്ന അച്ഛനെ എന്നേക്കുമായിട്ട് പിരിഞ്ഞു പോകാൻ നിങ്ങളെല്ലാവരും പറയുമ്പോഴും ഋതികയ്ക്ക് ദേഷ്യപ്പെടാൻ പാടില്ല, കരയാൻ പാടില്ല. എന്റെ ഹൃദയം തകർന്നു പോകുന്ന പോലെ തോന്നുന്നു എനിക്ക്. ആർക്കും അത് മനസ്സിലാവുക? ആർക്കും അത് മനസ്സിലാവില്ല. ഋതിക മനുഷ്യ സ്ത്രീ അല്ലല്ലോ. ഋതികയ്ക്ക് ഹൃദയമില്ലല്ലോ. ഈ വീട്ടില് നായയുടെ താഴെയില്ലേ ഋതികയുടെ സ്ഥാനം? ഋതിക മാഡം, മാഡം ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. വിവാഹം കഴിഞ്ഞാലും മാഡത്തിന് ഇവിടെ വരാനും വർമ്മ സാറിനെ കാണാനൊക്കെ സാധിക്കും. മിണ്ടിപ്പോരുത്. വിവാഹം കഴിപ്പിച്ച് എന്നെ പറഞ്ഞയച്ചു കഴിഞ്ഞ ഈ വീടിന്റെ പടി ചവിട്ടാൻ പോലും എന്റെ അച്ഛൻ എന്നെ അനുവദിക്കില്ല. ഞാൻ ഈ വീട്ടിലുണ്ടാവണമെന്ന് എന്റെ അച്ഛന് ഒരല്പം പോലും ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും ധൃതി വെച്ച് എന്തെങ്കിലും വിവാഹം കഴിപ്പിച്ചയക്കാൻ ശ്രമിക്കോ? എനിക്കറിയാം, അച്ഛൻ എന്റെ മുഖം കാണുന്നത് പോലും വെറുപ്പാ, ഉറപ്പാ. അതാ എന്നെ പറഞ്ഞു വിടാൻ അച്ഛൻ ഇത്ര ധൃതി.
എന്നെ എന്റെ അച്ഛന് വേണ്ട. അമ്മയെന്ന് വിളിക്ക് എനിക്ക് ആരുമില്ല. എന്റെ അമ്മയുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. ആകെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു രൂപം, അത് അച്ഛൻ്റെതാ. അത് ഞാൻ മറക്കണല്ലേ? അനാഥയാകണല്ലേ? അല്ലെങ്കിലും ഋതിക അനാഥയാണല്ലോ. ഋതിക മാഡം പ്ലീസ്, ഞാനും കരഞ്ഞു പോകും. നീ അഭിനയിക്കരുത് രാജു. എന്റെ മുന്നിൽ നിന്ന് നീ ഇനി അഭിനയിക്കരുത്. മാഡം നിനക്കറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. ഈ സാരി വാങ്ങിയപ്പോഴും, എൻഗേജ്മെന്റ് റിംഗ് വാങ്ങിയപ്പോഴും, എൻഗേജ്മെന്റ് തീരുമാനിച്ചപ്പോഴും, ഇന്നലെയും ഇന്നും ഈ നിമിഷം വരെ നിനക്കെല്ലാം അറിയായിരുന്നു. എന്നിട്ടും നീ എന്നോട് ഒരു വാക്കും പറഞ്ഞില്ല. നീ അഭിനയിച്ചു. എന്റെ ഒപ്പം നിന്ന് എന്നെ വെറും വിഡ്ഢിയാക്കി. നീ നന്നായി അഭിനയിച്ചു. എന്റെ നല്ലത് മാത്രമേ നീ ചിന്തിക്കുമെന്നല്ലേ എന്നോട് എപ്പോഴും പറയാറ്. പിന്നെ നീ എന്താ എന്നോട് സത്യം തുറന്നു പറയാതിരുന്നത്? പറയ്, എന്താ പറയാതിരുന്നത്? ഋതിക മാഡം, മാഡത്തിന് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ വിവാഹം കഴിയുന്നതോടെ മാഡത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറും. സ്നേഹിക്കാനും ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും മാഡത്തിനെ സംരക്ഷിക്കാനും മാഡത്തിന് ഒരു നല്ല ഭർത്താവിനെ ലഭിക്കും. ഒരു അച്ഛനെയും അമ്മയും ലഭിക്കും. സ്നേഹവും വാത്സല്യമുള്ള ഒരു കുടുംബത്തിലെ സന്തോഷം എന്താണെന്ന് മാഡം തിരിച്ചറിയും. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാഡത്തിനെ സംരക്ഷിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനി മാഡത്തിന് വേണ്ടത് ഒരു ഭർത്താവിന്റെ സംരക്ഷണം, ഒരു അച്ഛന്റെയും അമ്മയുടെയും വാത്സല്യാണ്. ഓ, അപ്പൊ രാജു ഒരുപാട് ദൂരം കടന്നൊക്കെ ചിന്തിച്ചു അല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.